ഏറാമല ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ഷക്കീല ഇങ്ങോളി വോട്ടുപിടുത്തത്തിന്റെ അവസാന ഘട്ടത്തിൽ നേരത്തെ വീടുകളിൽ കയറി കാണാൻ കഴിയാത്തവരെ വീണ്ടും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, വടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. വാർഡിൽ ഒട്ടേറെ വികസനം കൊണ്ടുവരുമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഏറാമല ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്നതാണ് ഞാൻ. എൻ്റെ പേര് ഷക്കീല ഇങ്ങോളി എന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ വാർഡിൽ നിന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ വാർഡിൽ ഇതിനു മുമ്പ് നിന്നത് ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ഷുഹൈബ് കുന്നത്താണ് വൈസ് പ്രസിഡൻ്റായിട്ടും മെമ്പറായിട്ടും നിന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിട്ട് 20-ാം തീയതി വരെ തുടരുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോ വീടുകളിലും വോട്ടിനായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം അങ്ങനെയാണ്. എന്തായാലും അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെയും പ്രതീക്ഷ. റിസൾട്ട് വന്നാൽ ഏറാമല ഗ്രാമപഞ്ചായത്തിൽ 14 സീറ്റുകൾ ജനകീയ മുന്നണി നേടുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് പറഞ്ഞു. മികച്ച ഭരണമാണ് കഴിഞ്ഞ 5 വർഷം ജനകീയ മുന്നണി നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറാമല ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മുന്നണിയുടെ ഭരണസമിതി കഴിഞ്ഞ 5 വർഷമായിട്ട് മികച്ച നേട്ടമാണ് കൈവരിച്ചത്. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള വികസനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഏറാമലയിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട്. ഏറാമല പഞ്ചായത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ വികസന നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ജനകീയ മുന്നണി ഈ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 13-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ ഏറാമല ഗ്രാമപഞ്ചായത്തിൽ 14ഓളം സീറ്റുകൾ നേടി ജനകീയ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏറാമലയിൽ പ്രത്യേകിച്ച് ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നവർക്കറിയാം, എന്തൊക്കെ വികസനങ്ങൾ നടന്നു എന്നവർക്കറിയാം. എത്ര കുപ്രചരണങ്ങൾ നടത്തിയാലും ഒരു സംശയവുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നാളെ നടക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് നാളെ കഴിഞ്ഞാൽ 13-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് ആ വോട്ടെണ്ണി കഴിഞ്ഞ് തീരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഏറാമലയിൽ 13-14ഓളം സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജനകീയ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ഒട്ടേറെ പദ്ധതികൾ, ഒരു വളരെ ന്യൂനപരമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പി കെ ഹൈദ്രോസ് തുറാബ് തങ്ങൾ, പറമ്പത്ത് ബാബു, പ്രകാശൻ പി, ഇസ്മായിൽ, റഫീഖ്, യാസർ പി മുസ്തഫ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രചാരണത്തിന് നേതൃത്വം നൽകി. ഞങ്ങളെ പ്രിയപ്പെട്ട സാരഥി ഷക്കീല ടീച്ചർ അനുഭവ പരിചയം കൊണ്ടും അതേപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ 2.5 വർഷക്കാലം പ്രസിഡൻ്റായിട്ടും അതിനു മുമ്പേ മെമ്പറായിട്ടും അതിനേക്കാളുപരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടൊക്കെ വികസന രംഗത്ത് തുല്യതയില്ലാത്ത കുതിച്ചുചാട്ടം തന്നെ ഈ മേഖലകളിലൊക്കെ നടത്തി. അതുമാത്രമല്ല, കഴിഞ്ഞ ഞങ്ങളുടെ 15-ാം വാർഡ് മെമ്പർ, കഴിഞ്ഞ 14-ാം വാർഡായിരുന്നു, ഇപ്പോൾ 15-ാം വാർഡ്, പ്രിയപ്പെട്ട ഷുഹൈബ് കുന്നത്ത് തുല്യതയില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നല്ല രൂപത്തിൽ തന്നെ നടപ്പിൽ വരുത്തി ജനങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നല്ല ഒരു വാർഡ് മെമ്പറുടെ സേവനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ടീച്ചർക്ക് കഴിയും. അതിനുള്ള കഴിവും പ്രാഗൽഭ്യവുമുള്ള അനുഭവ പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. ഷുഹൈബിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, അത് അഭുങ്കരം തുടർന്നുകൊണ്ടുള്ള നല്ല ഒരു പുതിയ മാറ്റം ഈ വാർഡിലും, അതേപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി, ആ സമിതിയുടെ പ്രവർത്തനം ഇനിയും ഈ പഞ്ചായത്തിൽ തുടരാനും ഈ വാർഡിൽ ജനകീയ മുന്നണിയുടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാനൊക്കെ പ്രവർത്തകന്മാരും എല്ലാ ആളുകളും വളരെ സജീവമായി രംഗത്തുണ്ട്. എല്ലാവരുടെ സഹകരണവുമുണ്ട്. അതേപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആർ ഷഹിൻ അദ്ദേഹവും, അതേപോലെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായി 2.5 വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന് നേതൃത്വം നൽകിയ മിനിക ഈ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെയൊക്കെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.